ഡിസ്കഷനും വന്നു. നന്നായി പല കാര്യങ്ങളും ക്ലാരിഫൈ ചെയ്യാൻ സാധിച്ചു. Thank you for your presence here. Thank you for your openness and thank you for your inquiries and sort of suggestions as well. So we are looking forward to have more suggestions in the future as well. നമ്മുടെ പൈനീഴ്സിനെ കുറിച്ച് പറഞ്ഞപ്പോൾ എനിക്കൊരു കാര്യം ഓർമ്മ, നമ്മുടെ രൂപതയിലെ ഈ കൺവെൻഷൻ അനുവദിച്ച് കുറേ പേര് പൈനീഴ്സ് റെക്കഗ്നൈസ് ചെയ്ത പരിപാടികളുണ്ടെന്ന് പറഞ്ഞിരുന്നല്ലോ. കഴിഞ്ഞ ഈ ലഞ്ചിന്റെ സമയത്ത് ഒന്ന് രണ്ട് പേര് സംസാരിച്ചപ്പോൾ പറഞ്ഞൊരു ആശയം, എന്തൊക്കെയാണ് കൺവെൻഷൻ സമയത്ത് മോട്ടിവേറ്റ് ചെയ്യാൻ പറ്റുന്ന ആശയം എന്ന് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു, ഇങ്ങനെ പല പ്രോഗ്രാമും നമ്മുടെ രൂപതയിലുണ്ടല്ലോ. ജൂബിലിയോടനുബന്ധിച്ച് പൈനിയേഴ്സ് റെക്കഗ്നൈസ് ചെയ്യുന്നു, ഇവിടെ ലേഡീസിനെ റെക്കഗ്നൈസ് ചെയ്യും, മദേഴ്സ് വിമൻസ് റെക്കഗ്നൈസ് ചെയ്യുന്നു, പഴയ ട്രസ്റ്റിമാർ റെക്കഗ്നൈസ് ചെയ്യുന്നു, അല്ലെങ്കിൽ ഇതുവരെ വർക്ക് ചെയ്ത ട്രസ്റ്റിമാരെ, ഇതുവരെ വർക്ക് ചെയ്ത DREമാരെ റെക്കഗ്നൈസ് ചെയ്യുന്നു. പല റെക്കഗ്നൈസേഷനും കൊടുക്കാനൊരു പ്ലാൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിലേക്കുള്ള ആളുകൾ ഓരോ ഇടപെടലുള്ളവരെ മോട്ടിവേറ്റ് ചെയ്യാൻ കൺവെൻഷൻ ഒന്ന് രജിസ്റ്റർ ചെയ്യാൻ പറയണത് നല്ലൊരു കാര്യമല്ലേ. ഒരു വന്ന് ഒന്നിച്ചു കൂടുമ്പോൾ നമുക്ക് അവരെ രജിസ്റ്റർ ചെയ്യാൻ പറ്റും, അവരെ റെക്കഗ്നൈസ് ചെയ്യാൻ പറ്റും. ഒന്നായിട്ട് നമുക്ക് അവരെ റെക്കഗ്നൈസ് ചെയ്യാൻ പറ്റും. അതിനുള്ള സംവിധാനങ്ങളൊക്കെ ഉണ്ട്. അറിയിക്കാനുള്ള പറയാം, നമുക്കൊന്ന് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനും. താങ്ക് യു സോ മച്ച് once again for your presence here and suggestions as well. We'll look into more suggestions from you. You can communicate as a group or you can communicate as usually. We'll take care of that in the future. Now I invite, thank you for JC for raising that. She's one of my pioneer, one of Dallas program. She was a little girl that time. Now she's an adult. She's teaching a professor at the Illinois University and from the Jubilee. He is also a professor in the Elmhurst University. He's working here too. We are blessed to have wonderful youngsters in the parish community, pastor council as well. We have one lady trust here, Alfonso. She's also not only one. We have 5 or 6 lady representation trustees in our diocese, different parishes. Thank you for being here. Now, I will invite Bishop Joy for the concluding remarks. My dear friends, we are about to close this session of today, and I am so happy that many of you have come and participated in this very valuable time you spent for this growth of our diocese, our church here in America. And we are going through a very crucial time of our Jubilee, and this is a great occasion that you have come forward to offer your service, your time and your treasure, many things. So I thank you for coming and joining in today's program. So before we leave, I just want to quickly remind certain things that you have been called to serve in the church. It is a call. ഇതൊരു ദൈവവിളിയായിട്ട് വേണം നിങ്ങൾ സ്വീകരിക്കുവാനായിട്ട്. കാരണം ഇതിന് പ്രത്യേകിച്ച് ഞാൻ നേരത്തെ കാലത്ത് പറഞ്ഞല്ലോ, നമുക്ക് പ്രതിഫലമൊന്നും ഇല്ലാത്ത ഒരു കാര്യമാണ്, ഒരു ജോലിയാണിത്. ഇതിനാരും പ്രതിഫലം തരില്ല. ചിലപ്പോൾ കുറച്ച് ചീത്ത കിട്ടിയാൽ അത്രയും ഭാഗ്യങ്ങൾ മാത്രം കരുതിയാൽ മതി. ഒന്നും കിട്ടാത്ത ഒരു കാര്യമാണ് ഏത് ഏത് ജോലിയായിരുന്നാലും. സഭയിൽ നമ്മൾ എന്ത് ശുശ്രൂഷ ചെയ്താലും എല്ലാവരിൽ നിന്നും നമുക്ക് ഇപ്പോൾ വലിയ പൂച്ചണ്ടൊന്നും കിട്ടണമെന്ന് നിർബന്ധമില്ല. So we do for the service for the love of God. നമ്മൾ ദൈവസ്നേഹത്തെ പ്രതിയും ദൈവജനത്തെ പ്രതിയും നമ്മൾ ചെയ്യേണ്ടത് അങ്ങനെ ചെയ്യണം. ബാക്കി അതിൻ്റെ പ്രതിഫലം ആര് തരുന്നു, എന്ത് കിട്ടുന്നു എന്നുള്ളതിനെ കുറിച്ച് നമ്മൾ ഒരിക്കലും ചിന്തിക്കരുത്. ദൈവം നമുക്ക് തന്നിട്ടുള്ള പല വിധത്തിൽ തന്നിട്ടുള്ള അനുഗ്രഹങ്ങൾക്ക് പ്രത്യുപകാരമായിട്ട് ഞാൻ എന്ത് ചെയ്യും? സങ്കീർത്തനൻ ചോദിക്കുന്നുണ്ട്, കർത്താവ് എനിക്ക് ചെയ്ത നന്മകൾക്ക് ഞാൻ എന്ത് പകരം കൊടുക്കും? കർത്താവിൻ്റെ കാസ എടുത്തുകൊണ്ട് ഞാൻ കർത്താവിൻ്റെ നാമം വിളിച്ചപേക്ഷിക്കും. അതാണ് മാത്രമേ നമുക്ക് ചെയ്യേണ്ടതായിട്ടുള്ളൂ. അപ്പോൾ ഇതൊരു പ്രതിഫലമില്ലാത്ത ഒരു ജോലിയാണ് നമ്മളിത് ചെയ്യുന്നത്. ഇതിൽ നമ്മൾ ഏറ്റവും അധികം ശ്രദ്ധിക്കേണ്ടതായ ഒരു വലിയൊരു കാര്യമാണ് നമ്മൾ കൂട്ടുത്തരവാദിത്വം എന്ന് പറയുന്നത്. ഒരു വലിയ കാര്യമാണ്. നമ്മൾ പരസ്പരം നമുക്ക് ഒരു കൂട്ടുത്തരവാദിത്വം ഉണ്ടായിരുന്നു. അച്ഛനുമായിട്ടും കൂടെ വർക്ക് ചെയ്യുന്ന കൈക്കാരന്മാരായിട്ടും പാരിഷ് കൗൺസിൽ മെമ്പേഴ്സായിട്ടും ഇടവകയിലുള്ള മറ്റുള്ള ആളുകളുമായിട്ടും ഒക്കെ നമുക്കൊരു നല്ല ബന്ധത്തിൽ ആയിരിക്കാനായിട്ട് നമ്മൾ ശ്രദ്ധിക്കുക. പല ആൾക്കാരും പല വിധത്തിലുള്ള മനോഭാവമുള്ളവരാണ്, പല വീക്ഷണഗതികളുള്ളവരാണ്, പല സ്ഥലങ്ങളിൽ നിന്ന് വന്നിട്ടുള്ളവരാണ്, പല പാരമ്പര്യങ്ങൾ പുലർത്തുന്നവരാണ്. അപ്പോൾ വളരെയധികം
ഡൈവേഴ്സിറ്റി നിറഞ്ഞു നിൽക്കുന്ന ഒരു സമൂഹത്തിലാണ് നമ്മൾ വർക്ക് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അവരിൽ നിന്നൊക്കെ നമുക്ക് ചിലപ്പോൾ പല കാര്യങ്ങളും കേൾക്കേണ്ടി വരും, പല കേൾക്കുമ്പോൾ നമുക്ക് മനസ്സിലാവില്ല, അല്ലെങ്കിൽ നമുക്ക് എനിക്കത് ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല, ഞാനത് സ്വീകാര്യനല്ല എന്ന് നമ്മൾ പറയല്ല വേണ്ടത്. വി നീഡ് ആൻ ഓപ്പൺ ഹാർട്ട്. നമ്മൾ വളരെ തുറന്ന ഹൃദയത്തോടു കൂടി നമ്മൾ അവരെ ശ്രവിക്കുവാനായിട്ട് നമുക്ക് ഈ ലിസണിങ് ഈസ് വൺ ഓഫ് ദ ബെസ്റ്റ് വെർച്യു വി ക്യാൻ പ്രാക്ടീസ്. നമ്മുടെ സഭയിൽ ശുശ്രൂഷ ചെയ്യുന്നവർക്ക് ഏറ്റവും അധികം ആവശ്യമായിരിക്കുന്ന ഒന്നാണ് ഈ ലിസണിങ്. കേൾക്കാൻ മതി, കേട്ടാൽ മതി, നമ്മൾ അപ്പം തന്നെ പകുതി കാര്യങ്ങൾ അവിടെ അത് ഹീലിംഗ് ആവും. അപ്പോൾ വി നീഡ് ആൻ ഓപ്പൺ ഹാർട്ട് ടു ലിസൺ ടു അതേഴ്സ്. അത് നമ്മുടെ ജോലിയുടെ ഭാരം കുറയ്ക്കുന്നതിന് സാധിക്കും. അപ്പോൾ ഒരു കൂട്ടുത്തരവാദിത്വത്തോടു കൂടി വേണം നമ്മൾ ചെയ്യാനായിട്ട്. ഞാൻ ഇങ്ങനെ ചെയ്യുള്ളൂ, അല്ലെങ്കിൽ എനിക്ക് ഇങ്ങനെ പറ്റുള്ളൂ, ഞാൻ ഇങ്ങനെ പഠിച്ചിട്ടുള്ളൂ എന്നുള്ള നമ്മളുടേതായ ചില നിർബന്ധങ്ങളോ ഒക്കെ നമ്മൾ ഒരിക്കലും ഒരു പബ്ലിക് ലൈഫിൽ, പ്രത്യേകിച്ചും സഭാപരമായ കോണ്ടെക്സ്റ്റിൽ നമുക്ക് ഒരിക്കലും നമ്മൾ അങ്ങനെ ചെയ്യാൻ പാടില്ല. നമുക്ക് അതിനെക്കുറിച്ചൊരു സമന്വയം ഉണ്ടാക്കാം. ഓക്കെ, നമുക്ക് എന്താ ചെയ്യുന്നത്, വി വിൽ ഡിസ്കസ് ഇത്. അങ്ങനെ കുറച്ച് നാളത്തെ ഡിസ്കഷനിലൂടെയൊക്കെ നമുക്ക് ആ കൂട്ടുത്തരവാദിത്വം വളർത്തുവാനായിട്ട് നമുക്ക് സാധിക്കും. പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മളുടെ തന്നെ സ്പിരിച്വാലിറ്റി ഇതിലൂടെ വളർത്തുകയാണ്. നമ്മെ വാസ്തവത്തിൽ മഹത്തരമാക്കുന്നത് എന്താണ്? ഒരു വ്യക്തിയെ മഹത്തരമാക്കുന്ന 3 ഘടകങ്ങളാണ്. ആ 3 ഘടകങ്ങൾ നമുക്ക് ആർജിക്കാൻ കഴിഞ്ഞാൽ വി ആർ ബെസ്റ്റ് ഇൻ ദിസ് വേൾഡ്. ഒന്ന് എന്താണ്? വി നീഡ് എ സ്പിരിച്വൽ പവർ. നമ്മൾ തന്നെ നല്ലൊരു സ്പിരിച്വൽ പവറോട് കൂടിയിട്ട് നമ്മൾ ആരുടെ മുമ്പിലും നമുക്ക് ശക്തിയായിട്ട് തല ഉയർത്തി നിൽക്കാനായിട്ട് നമുക്ക് സാധിക്കും. വി നീഡ് ദാറ്റ് സ്പിരിച്വൽ പവർ. അതെങ്ങനെ കിട്ടുന്നത്? നമ്മുടെ പ്രാർത്ഥന. നേരത്തെ അച്ഛൻ രാവിലെ പറയുകയുണ്ടായി, പല കൈക്കാരന്മാരും കുർബാനയുടെ നേരത്ത് പോയി ഇരുന്നാണ് കണക്ക് എഴുതണത്, അല്ലെങ്കിൽ ആ നേരത്താണ് വെള്ളം ചൂടാക്കാൻ പോണത്. ഇങ്ങനെ കുറേ കാര്യങ്ങൾ ചിലപ്പോൾ അത്യാവശ്യമായിട്ട് ചെയ്യേണ്ടതായിട്ട് വന്നേക്കാം. പക്ഷേ വി ഹാവ് ടു കീപ് ഇൻ മൈൻഡ് ദാറ്റ് മൈ പ്രൈമറി ഡ്യൂട്ടി ഈസ് ടു അറ്റൻഡ് ദ സാക്രമെന്റ്സ്. അത് കഴിഞ്ഞിട്ടുള്ള കാര്യങ്ങൾക്കാണ് നമ്മൾ ബാക്കി ചെയ്യേണ്ടത്, പോകേണ്ടത്. അപ്പോൾ നമ്മുടെ പല കൈക്കാരന്മാരും അവർ വളരെ നന്നായിട്ട് അവർ ചെയ്യുന്നുണ്ട്. അവർ പള്ളിയിലൊക്കെ പോയി എല്ലാം പങ്കെടുത്തതിന് ശേഷമാണ് പലരും ചെയ്യുന്നത്. ഇറ്റ്സ് എ വെരി ഐഡിയൽ ആൻഡ് വെരി റോൾ മോഡൽസ് ആയിട്ടുള്ള കൈക്കാരന്മാർ നമുക്കുണ്ട്. അവരുടെ മാതൃക ചെയ്യാനായിട്ട് കഴിയും. പിന്നെ നിങ്ങളിപ്പോൾ ഇത്രയും സമയം പള്ളിക്ക് വേണ്ടി ചെലവഴിക്കുമ്പോൾ നിങ്ങൾക്ക് ചെയ്യാവുന്ന ഒരു കാര്യം, നിങ്ങളുടെ കുടുംബത്തെ കൂടി അതിനകത്ത് ഇൻവോൾവ് ചെയ്യാൻ കഴിഞ്ഞാലുണ്ടല്ലോ, ആ കുടുംബം മനസ്സിലാക്കണം, ആ കുട്ടികൾ മനസ്സിലാക്കണം, നിങ്ങൾ ചെയ്യുന്ന ഈ സമയം ചെലവഴിക്കുന്നത് വെറുതെ അല്ല. ഇറ്റ് ഈസ് ഫോർ ഗോഡ്, ഇറ്റ് ഈസ് ഫോർ പീപ്പിൾ ഓഫ് ഗോഡ്സ് പീപ്പിൾ. അപ്പം അങ്ങനെ ഒരു മെസ്സേജ് അവർക്ക് കിട്ടാവുന്ന മാതിരി നിങ്ങളുടെ കുട്ടികളെ കൂടി, അല്ലെങ്കിൽ നിങ്ങളുടെ വീട്ടിലുള്ളവരെ കൂടി നിങ്ങളുടെ പ്രവർത്തനങ്ങളിൽ നിങ്ങൾ പങ്കെടുപ്പിക്കുകയാണെങ്കിൽ നിങ്ങൾക്കത് ഒരു വലിയ അസറ്റായിട്ട്, ഒരു ഇൻവെസ്റ്റ്മെൻ്റ് ആയിട്ട് പിന്നീട് നിങ്ങൾക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. ചിലപ്പോൾ ഒരു പക്ഷേ ഇമ്മീഡിയറ്റ് ആയിട്ട് അതിൻ്റെ പ്രതിഫലം ഉണ്ടായിരുന്നു വരില്ല. പക്ഷെ ആ കുട്ടികൾ കുറേ നാൾ കഴിയുമ്പോൾ അവർ ഒരു അഡൽട്ട്, അവർ കുട്ടികളൊക്കെ ഉണ്ടാകുമ്പോൾ അവർ വിചാരിക്കും, ഓ എൻ്റെ അപ്പൻ ഇങ്ങനെ പള്ളിയിൽ കൈക്കാരനായിരുന്നിട്ടുണ്ടല്ലോ, ഞാനും അവിടെ പോയിട്ടുള്ളതാണല്ലോ. ഒരു വിചാരം അവരുടെ മനസ്സിൽ വരികയും that may prompt them to come back to the church. അവരും ആ ഒരു ട്രാക്കിലേക്ക് വരാനായിട്ടുള്ള ഒരു പ്രേരണകൾ അവർക്ക് സാധിക്കും. ദാറ്റ് ഈസ് എ കാറ്റഗറ്റിക്കൽ മെത്തേഡ്. അതൊരു കാറ്റീസം തന്നെയാണ്. നമ്മൾ കാറ്റീസം എന്ന് പറഞ്ഞാൽ നമ്മൾ ക്ലാസ്സിൽ പുസ്തകം വായിച്ച് പഠിപ്പിക്കുന്നത് മാത്രമല്ല നമ്മുടെ കാറ്റീസം എന്ന് പറയുന്നത്. വാട്ട് എവർ തിങ്സ് ദാറ്റ് യു ഡു ഫോർ ഗോഡ് ആൻഡ് ദ പീപ്പിൾ, സഭയ്ക്കും ദൈവത്തിന് വേണ്ടിയിട്ട് നമ്മൾ എന്തെല്ലാം കാര്യങ്ങൾ നമ്മൾ ചെയ്യുന്നുണ്ടോ അതെല്ലാം നമ്മുടെ വീട്ടുകാരെ കൂടി, നമ്മുടെ മക്കളെ കൂടി ഉൾപ്പെടുത്തിക്കൊണ്ട്, ചേർത്ത് നിർത്തിക്കൊണ്ട് നമ്മൾ ചെയ്യുമ്പോൾ ദാറ്റ് വിൽ ഗീവ് എ മെസ്സേജ് ടു ദം. അത് അവർക്ക് ഒരു മെസ്സേജായിട്ട് തീരും. അങ്ങനെ നമ്മളുടെ ആ ഒരു നമ്മൾ ചെയ്യുന്ന കാര്യത്തിന് ഒരു സ്പിരിച്വൽ പവർ ഉണ്ടെന്നുള്ളത് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് നമുക്ക് സാധിക്കും. നമ്മുടെ പ്രാർത്ഥന, നമ്മുടെ കുർബാനയിലുള്ള അറ്റൻഡൻസ്, ബാക്കി കൂദാശകളിലുള്ള പങ്കാളിത്തം, ഇതൊക്കെ നമ്മുടെ സ്പിരിച്വൽ പവർ നമുക്ക് വളർത്താനായിട്ട് നമുക്ക് വളരെയധികം സഹായമാകും. മറ്റൊന്നാണ് ദ സെക്കൻഡ് തിങ് ദാറ്റ് വി നീഡ് ടു കൾട്ടിവേറ്റ് ഇൻ us is the moral power. നമുക്കറിയാം, ഇപ്പൊ നമ്മളിപ്പോൾ ആരെയും കുത്തിക്കൊല്ലാനോ നമ്മളാരെയും കവർന്നെടുക്കാനോ നമ്മളൊന്നും പോകുന്നില്ല. ബട്ട് വി ഹാവ് ടു ബി വെരി മോറലി അപ്രൈറ്റ്. നമ്മളൊരു കാര്യം പറഞ്ഞാൽ ആ പറഞ്ഞത് ശരിയാ, ഞാൻ അങ്ങനെ പറഞ്ഞിട്ടുണ്ട്, അല്ലെങ്കിൽ ഞാനത് ഇങ്ങനെ
ചെയ്തിട്ടുണ്ട് എന്നൊക്കെ നമുക്ക് പറയാനുള്ള ആ ഒരു മോറൽ പവർ നമുക്ക് ഉണ്ടാകുക എന്ന് പറഞ്ഞത് നമ്മെ ഒരു നല്ല വ്യക്തിത്വത്തിലേക്ക് വളർത്തിക്കൊണ്ടുവരുവാനായിട്ട് നമ്മെ സഹായിക്കുന്ന രണ്ടാമത്തെ ഒരു വലിയ കാര്യമാണ് മോറൽ പവർ. പിന്നെ പ്രത്യേകിച്ച് നമ്മളിപ്പോൾ ഈ പണപരമായ കാര്യങ്ങളൊക്കെ നമ്മൾ ഇടപെടേണ്ടി വരുന്ന അവസരത്തിൽ നമുക്ക് ചിലപ്പോൾ മറ്റുള്ളവർക്ക് നമ്മെ സംശയിക്കുവാനായിട്ടുള്ള അവസരങ്ങളൊക്കെ സാധ്യതകളുണ്ട്. നമ്മളാരും കട്ടെടുത്ത് നമുക്ക് അമേരിക്കയിൽ വന്നിട്ട് ഈ പള്ളിയുടെ ഈ നിന്നൊക്കെ പൈസ കിട്ടിയിട്ട് വേണ്ട നമുക്ക് ജീവിക്കാൻ, പക്ഷെ വേറെ പുറത്ത് നിൽക്കുന്നവരെ എങ്ങനെ ചിന്തിക്കാനായിട്ടുള്ള പ്രേരണയ്ക്ക് ചിലപ്പോൾ കാരണമാകാൻ ഇടയുണ്ട്, പോസിബിലിറ്റി. അപ്പോൾ നമ്മൾ വളരെ അപ്രൈറ്റ് ആയിട്ട് നമ്മുടെ കണക്ക് കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് എഴുതി വെക്കുക, അത് പ്രസന്റ് ചെയ്യേണ്ടടുത്ത് അപ്പാപ്പ പ്രസന്റ് ചെയ്യുക. അങ്ങനെ നമ്മളൊരു നമ്മുടെ മോറൽ പവർ മറ്റുള്ളവരുടെ കൂടി കാണപ്പെടാവുന്ന വിധത്തിൽ നമ്മളത് കാണിക്കുക, അത് പ്രദർശിപ്പിക്കാവുന്ന വിധത്തിൽ വേണം നമ്മൾ പെരുമാറാനായിട്ട്. മറ്റൊരു പവറാണ് ദ തേർഡ് പവർ ദാറ്റ് എവരി ക്രിസ്ത്യൻ ഷുഡ് ഹാവ് ഈസ് ദ പവർ ഓഫ് സഫറിങ്. നമുക്കറിയാലോ, നമ്മൾ ചില കാര്യങ്ങൾ നമുക്ക് ഇഷ്ടമില്ലാത്ത കാര്യങ്ങൾ നമ്മൾ കേൾക്കേണ്ടി വരും. അപ്പോൾ നമ്മൾ ഉടനെ തന്നെ വടിവാൾ എടുത്തിട്ട് നമ്മൾ അവരുടെ നേരെ പോകാൻ നിൽക്കണ്ട. യു ജസ്റ്റ് വെയിറ്റ് ഫോർ ദ will of God to accomplish. Then God will reveal the truth. അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും പ്രയാസങ്ങൾ വ്യക്തിപരമായ ജീവിതത്തിൽ നമുക്ക് വല്ല പ്രയാസങ്ങൾ ഉണ്ടാകാം, നമ്മുടെ ഒഫീഷ്യൽ ജീവിതത്തിൽ നമുക്കുണ്ടാകാം. അങ്ങനെ വരുന്ന ചില കാര്യങ്ങൾ നമ്മൾക്ക് ഒരു സഫറിങ് മൈൻഡ്, അതാണ് ഈ നോമ്പ് കാലത്ത് പ്രത്യേകിച്ച് നമുക്ക് ആർജിക്കാൻ കഴിയുന്ന ഒരു വലിയ നന്മ എന്ന് പറയുന്നത്. ടുഗദർ വിത്ത് ജീസസ് ഐ ആം റെഡി ടു സഫർ. എനിക്ക് കിട്ടിയ ഒരു സഹനത്തിന്റെ നിമിഷത്തെ, അത് ചിലപ്പോൾ രോഗമാകാം, നഷ്ടമാകാം, വാട്ടവർ കൈൻസ് എന്തെല്ലാം വിധത്തിൽ വേണമെങ്കിൽ അത് വരുന്നു നമ്മുടെ ജീവിതത്തിൽ വരും. അപ്പോൾ വി ഹാവ് ടു കൾട്ടിവേറ്റ് എ പവർ ഓഫ് സഫറിങ്. അതിന് ഒരു ക്രൈസ്തവമായ ഒരു വലിയ മൂല്യം ഉണ്ട്. പുറം ലോകം അതിനെ കാണുന്നത് മറിച്ചാണ്. അവർ പറയാം ഇവൻ എന്ത് വഴി പിടിക്കാനാണ്, അല്ലെങ്കിൽ ഇവൻ എന്ത് മണ്ടനാണ് എന്നൊക്കെ ആയിരിക്കും ലോകം മറ്റ് അതിങ്ങനെയുള്ള പവറിനെ കുറിച്ച് പറയാൻ പോകുന്നത്. പക്ഷേ ആസ് എ ക്രിസ്ത്യൻ, ആസ് എ ഫോളോവർ ഓഫ് ക്രൈസ്റ്റ്, we have to cultivate a power of suffering in our life that will be rewarded for us, for our ministry and for our well-being and for our individuality. പിന്നെ ഇറ്റ് ഈസ് എ കൈൻഡ് ഓഫ് ഇവാഞ്ചലൈസേഷൻ. നമ്മൾ ചെയ്യുന്ന ഈ ഓരോ പ്രവർത്തനങ്ങളിലൂടെയും മറ്റുള്ളവരിലേക്ക് നമ്മളൊരു സന്ദേശം നമുക്ക് കൊടുക്കാൻ കഴിയുകയാണ്. പള്ളിയിലോ നമ്മുടെ ഇടവകയിലോ ചെയ്യുന്ന ഏതൊരു മിനിസ്ട്രിക്കും, ലാഭേച്ഛയില്ലാതെ നമ്മൾ ചെയ്യുന്ന ഏതൊരു മിനിസ്ട്രിക്കും എൻ്റെതായ ഒരു ഇവാഞ്ചലൈസേഷൻ പർപ്പസ്, ഒരു സാധ്യത നമുക്ക് ഉണ്ട്. അപ്പോൾ അതിലൂടെ നമ്മളൊരു ഇവാഞ്ചലൈസേഷൻ മെസ്സേജ് നമുക്ക് കൊടുക്കാനായിട്ട് നമുക്ക് സാധിക്കും. അപ്പോൾ നമുക്ക് നല്ല ഒരു തീക്ഷ്ണതയോടെ ചെയ്യാനായിട്ട് സാധിക്കും. ഒരു MN മാധവൻ അദ്ദേഹത്തിൻ്റെ ഒരു പുസ്തകത്തിൽ പറയുകയാണ്, ഉറങ്ങാൻ നമുക്ക് കിടക്ക വേണം, ഉണർന്നെണീക്കാൻ നമുക്ക് എന്ത് വേണം? കിടക്കാൻ നമുക്ക് കിടക്ക വേണം, പായ വേണം, പക്ഷെ ഉണർന്നെണീക്കാൻ നമുക്ക് എന്ത് വേണം? എന്ത് വേണം? ചുടുകാപ്പിയെ ഉണർന്നെണീക്കാൻ നമുക്ക് എന്ത് വേണം? We need dreams. ഉണർന്നെണീക്കാൻ നമുക്ക് സ്വപ്നങ്ങൾ വേണം. അപ്പോൾ ഓരോ മനുഷ്യനും ഓരോ വ്യക്തിയും, പ്രത്യേകിച്ചും ക്രൈസ്തവരായ നമ്മള്, കർത്താവ് നമുക്ക് പറഞ്ഞിരിക്കുന്നത് നിങ്ങളുടെ സ്വപ്നങ്ങൾ ഉണരട്ടെ എന്നാണ്. അതാണ് നമ്മുടെ ഇവാഞ്ചലൈസേഷന്റെ ഏറ്റവും ബേസിക് ആയിട്ടുള്ള തത്വം. വി നീഡ് ഡ്രീംസ്. അങ്ങനെ ഉണർന്നെണീക്കുന്നവന് ഒരുപിടി സാധ്യതകൾ കണ്ടെത്താനായിട്ട് നമുക്ക് സാധിക്കും. ഉറങ്ങിക്കിടക്കുന്നവനെ എവിടെയെങ്കിലും കിടന്നുറങ്ങിയാൽ മതി. ദെയർ ഈസ് നത്തിങ് ടു ഫിയർ, നത്തിങ് ടു ഫിയർ. അവന് ഒന്നും ഭയപ്പെടാനില്ല, ഒന്നും പേടിക്കാനില്ല. പക്ഷെ സ്വപ്നങ്ങളോടുകൂടി ഉണർന്നെഴുന്നേൽക്കുന്നവന് there are so many things to be accomplished in his life. പിന്നെ അച്ഛൻ പുതുശ്ശേരി അച്ഛൻ നമ്മളോട് സമുദായ ശാക്തീകരണ വർഷത്തെ കുറിച്ച് പറഞ്ഞു. ഞാൻ അതിനെക്കുറിച്ച് പ്രത്യേകിച്ച് എടുത്തു പറയാതിരുന്നത്, നമ്മൾ ഈ ജൂബിലി വർഷത്തില് നമ്മൾ ഇതന്നെ ഈ ശാക്തീകരണത്തെ കുറിച്ചാണ് ഇത് മുഴുവൻ നമ്മൾ പറഞ്ഞത്. നമ്മൾ കാലത്ത് മുഴുവനെയും പറഞ്ഞത് ഈ കൺവെൻഷനിൽ നടത്തുന്നതും കൺവെൻഷനിലൂടെ നമ്മൾ സാധിക്കുന്നതും എല്ലാം ഈ സഭയെ ശാക്തീകരിക്കുവാനുള്ളതിന്റെ ഒരു പ്രോസസ്സായിട്ടാണ് നമ്മൾ പറഞ്ഞത്. ഈ സമുദായ ശാക്തീകരണത്തിന് നാട്ടിൽ കുറെ കൂടി പ്രസക്തി ഉണ്ട്. കാരണം നമ്മുടെ സോഷ്യോ പൊളിറ്റിക്കൽ സിറ്റുവേഷൻ ഒരു പ്രത്യേക സാഹചര്യങ്ങളിലാണ്. നമുക്കിവിടെ അമേരിക്കയിൽ അത്രയും പ്രകടമായ രീതിയിലുള്ള ഒരു
സോഷ്യോ കൾച്ചറൽ പൊളിറ്റിക്കൽ എക്കണോമിക് സിറ്റുവേഷൻസ് നമ്മുടെ കൈപ്പിടിയിൽ നിൽക്കുന്ന കാര്യങ്ങളല്ല. അതുകൊണ്ട് നാം പ്രത്യേകിച്ച് ഇവിടെ സമുദായ ശാക്തീകരണ വർഷം പ്രമാണിച്ച് നമുക്ക് ഈ രൂപതയിൽ എന്ത് ചെയ്യാൻ കഴിയും എന്നതിനെ കുറിച്ച് നമുക്ക് ഞാൻ പ്രത്യേകിച്ച് ഒന്നും നിങ്ങളുടെ ചിന്തയ്ക്ക് തരാതിരുന്നത് അതുകൊണ്ടാണ്. അത് നമ്മളെല്ലാം ഈ ജൂബിലിയോടും ഈ കൺവെൻഷനോടും ബന്ധപ്പെടുത്തിയാണ് എല്ലാം പറഞ്ഞിട്ടുള്ളത്. പക്ഷെ ഇതെല്ലാം അതിൻ്റെ അകത്ത് ഉണ്ട്. എന്താണ് നമുക്കിവിടെ അക്കോംപ്ലിഷ് ചെയ്യേണ്ടത് എന്നുള്ളതിനെ കുറിച്ച് അതിലൊന്നാണ് ഞാൻ ഇപ്പൊ നേരത്തെ ഞാൻ പറഞ്ഞത്, ഫ്രം എ മൈഗ്രേഷൻ ചർച്ച് ടു എ നേറ്റീവ് ചർച്ച് എന്നുള്ളത് നമ്മളുടെ ശാക്തീകരണത്തിന്റെ ഒരു ഭാഗമായിട്ട് വരേണ്ടതുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഈ ശാക്തീകരണവുമായിട്ട് നാട്ടില് സഭ നമ്മെ ഉത്ബോധിപ്പിക്കുന്ന മറ്റൊരു വശമാണ് നമ്മുടെ എണ്ണം കുറഞ്ഞുകൊണ്ടിരിക്കുന്നു എന്നുള്ളത് ഒരു സത്യാവസ്ഥയാണ്. ഇന്ന് നമുക്ക് ഇന്ത്യ സ്വാതന്ത്ര്യം ലഭിക്കുന്ന കാലത്ത് നമ്മൾ 24% ഉണ്ടായിരുന്ന നമ്മൾ 2011 കണക്കനുസരിച്ച് നമ്മൾ 19% നമ്മളുള്ളൂ. ഇനിയിപ്പോ ഈ 21 കണക്ക് വരുമ്പോൾ അത് പിന്നെയും അവിടെ നിന്ന് താന്ന് അത് 15, 16, 14 ഒക്കെ ആയിട്ട് തീരാൻ പോകുന്നു എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അപ്പോൾ there is a big problem that we are going to face in India. നമ്മളുടെ അസ്തിത്വം തന്നെ, എക്സിസ്റ്റൻസ് തന്നെ അപകടകരമാകുന്ന ഒരു സ്ഥിതിവിശേഷം നമുക്കുണ്ട് എന്നുള്ളത് നമ്മൾ മറക്കാതിരിക്കുക. അപ്പോൾ നമ്മുടെ ഈ സഭ ഇവിടെ വളരണമെന്നുണ്ടെങ്കിൽ ഒരു മാർഗം നമ്മളുടെ എണ്ണം കൂടിയിരിക്കണം. അപ്പോൾ ആ ഒരു മെസ്സേജ് നമ്മൾ ആളുകൾക്ക്, പ്രത്യേകിച്ചും യങ്സ്റ്റേഴ്സിന് നമ്മൾ കൊടുക്കണം. വെറും 1-2 പിള്ളേർ മാത്രം വളർത്താൻ വേണ്ടിയിട്ടല്ല നമ്മളിവിടെ കൊണ്ടുവന്നിരിക്കുന്നത്. എൻ്റെ അപ്പൻ 150 രൂപ ശമ്പളം ഉള്ളപ്പോൾ 5 മക്കളെ വളർത്തിയിട്ടുണ്ട്. ഇന്ന് 100,000 മുകളിൽ ജോലിയുള്ളതിന് ഒരു കൊച്ചിനെ വളർത്താൻ പോലുള്ള ധൈര്യമില്ല, വിശ്വാസവും പ്രതീക്ഷയുമില്ല. സോ ദർ ഈസ് സംതിങ് റോങ് ദറ്റ് ഈസ് ഹാപ്പൻഡ് ഇൻ അവർ കമ്മ്യൂണിറ്റി. അത് നമ്മൾ മാറ്റി തിരുത്തേണ്ടതുണ്ട്. അതും നമ്മുടെ സഭയുടെ നിലനിൽപ്പിന്റെ ഒരു ഭാഗമാണ് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. അതുപോലെ ഇനിയും എന്തെല്ലാം കാര്യങ്ങളെ കൊണ്ടാണ് നമുക്ക് ഈ നാട്ടില് നമ്മുടേതായ ഒരു ഇൻഡിവിജ്വാലിറ്റി, ഒരു ഐഡന്റിറ്റി നമുക്ക് വളർത്തിയെടുക്കാൻ കഴിയുക എന്നുള്ളത് നമ്മൾ ആലോചിക്കണം. നമ്മുടെ രാഷ്ട്രീയ സാഹചര്യങ്ങളിലേക്ക് നമ്മൾ ആരും ഇതേവരെ എത്തി നോക്കിയിട്ടില്ല. നമ്മുടെ മക്കളോ അതിനുള്ള വളരെ പരിമിതമായ വളരെ പേരിലുണ്ടാകുന്ന ആളുകൾ മാത്രമേ നമുക്ക് നമ്മുടെ ഈ രാഷ്ട്രീയ തലങ്ങളിലേക്ക് നമ്മുടെ ഭാഗത്തു നിന്ന്, നമ്മുടെ സഭയുടെയോ അല്ലെങ്കിൽ നമ്മുടെ കേരളത്തിൽ നിന്ന് വന്നിട്ടുള്ളവരുടെ കോൺട്രിബ്യൂഷൻസ് വെരി പുവർ. അത് പോരാ. നമ്മൾ വി ഹാവ് ടു ക്രിയേറ്റ് സം ഇന്റർവെൻഷൻസ് ഇൻ അവർ പൊളിറ്റിക്കൽ സോഷ്യൽ ലെവൽസ്. അതിനും നമുക്കൊരു സാധ്യതകൾ നമ്മൾ കണ്ടെത്തേണ്ടതായിട്ടുണ്ട്. പിന്നെ നമ്മുടെ ഇടവേളയിൽ ഇപ്പോൾ ഇങ്ങനെ ലേഡീസ് കൈക്കാരന്മാർ ഉണ്ടാകുന്നതിൽ തടസ്സമില്ല. ചിലർ എന്നോട് ചോദിച്ചു, ലേഡീസിനെ നമുക്ക് കൈക്കാരന്മാരാക്കാൻ പറ്റുമോ? ചിലർക്ക് ഭയമുണ്ട്, പേടിയുണ്ട്. എന്തിനാ പേടിക്കുന്നത്? ഒരു ലത്തമ്മ ഒരു നന്നായിട്ട് വെറുതെ അൽഫൻസിരിക്കുന്നു. അപ്പോൾ അവരെ കൂടി നമ്മൾ പ്രോത്സാഹിപ്പിക്കേണ്ടതായിട്ടുണ്ട്. അതുപോലെ യൂത്ത് കൈക്കാരന്മാരെയും നമ്മൾ പ്രോത്സാഹിപ്പിക്കണം. വി ഹാവ് ടു ഗീവ് ദം സം ട്രെയിനിങ്. അപ്പൊ അതിലൂടെ അടുത്ത തലമുറയിലും നമുക്കൊരു നല്ല സഭയെ വാർത്തെടുക്കുവാനായിട്ട് നമുക്ക് സാധിക്കുകയും ചെയ്യും. ഞാൻ എപ്പോഴും ചിന്തിക്കാറുണ്ട്, നമ്മുടെ ഈ രൂപതയുടെ ഏറ്റവും വലിയ മനോഹാരിത എന്താണ്? വാട്ട് യു തിങ്ക് ദ ബ്യൂട്ടി ഓഫ് അവർ ചർച്ച് ഹിയർ? നിങ്ങൾക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ടോ? The enormous amount of service, voluntary service, our lay people render to our church. നമ്മുടെ ഈ സഭയുടെ വളർച്ചയിൽ ഇന്നേവരെ ഇത്രയും അൽമായര് വളരെ അവരുടെ സർവീസ് വോളണ്ടറി ആയിട്ട് കൊടുത്തിരിക്കുന്നവർ. ഞാൻ ഇംഗ്ലീഷ് പള്ളിയിൽ ഇരുന്നുണ്ട്. ഇംഗ്ലീഷ് പള്ളിയിൽ ഇപ്പോൾ ഏത് ചെറിയ പള്ളിയിലാണെങ്കിലും ഒരു 15 ജോലിക്കാരെങ്കിലും ഉണ്ടാവും. ഓരോ ഇതിനും ഓരോ ആൾക്കാരായിട്ട് 15 ജോലിക്കാരുണ്ടാവും. ഞാൻ ഈ കത്തീഡ്രലിന്റെ ഉദാഹരണം ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്. ഇവിടെ ആപ്പാടെ വികാരിച്ചനും കൊച്ചനും ഈ ജാനിറ്റർക്കും മാത്രമേ ശമ്പളമുള്ളൂ, ബാക്കി ആർക്കും ശമ്പളമില്ല. ഇത്രയും വലിയ പള്ളിയും ഈ 1000-ലധികം ഇടവക്കാരുള്ള ഈ ഒരു ഇടവക മുന്നോട്ട് പോകുന്നുണ്ടെങ്കിൽ അതിന്റെ കാരണം ദ സർവീസ് ഗിവൺ ബൈ അവർ പീപ്പിൾ, അല്ലെ? നമ്മുടെ അൽമായരുടെ നിസ്വാർത്ഥമായ ത്യാഗത്തിന്റെയും സമയത്തിന്റെയും അവരുടെ അധ്വാനത്തിന്റെയും ഫലമായിട്ടാണ് എല്ലാ പള്ളികളും, ഞാനിപ്പോൾ ഇപ്പോഴത്തെ കാര്യം മാത്രമേ ഞാൻ പറഞ്ഞു, ബാക്കിയുള്ള എല്ലാ പള്ളികളും അതുപോലെ തന്നെയാണ്.
നമ്മൾ ആർക്കും ശമ്പളം കൊടുത്തിട്ടല്ല നമ്മുടെ പള്ളികളും നമ്മുടെ സഭ മുന്നോട്ട് പോകുന്നത്. സോ ദാറ്റ് ഈസ് ദ ബ്യൂട്ടി ഓഫ് അവർ ചർച്ച്. നമ്മുടെ സഭയുടെ നമ്മുടെ രൂപതയുടെ ഒരു വലിയ ഭംഗി എന്ന് പറയുന്നത് നമ്മൾ ചെയ്യുന്ന നിസ്വാർത്ഥമായ സർവീസാണ്. നിങ്ങളൊന്ന് ആലോചിച്ചാൽ ഈ 25 കൊല്ലം കൊണ്ട് നമുക്ക് ഇത്ര 54 പള്ളികളിൽ നമ്മൾ ഇടവകയാക്കുന്നത് എപ്പോഴാണ്? അതിന് സ്വന്തമായ ഒരു സംവിധാനം വരുമ്പോഴാണ് നമുക്കതിന് നമ്മൾ പള്ളിയാക്കുന്നത്, ഒരു ഇടവകയാക്കുന്നത്. അപ്രകാരം നമുക്ക് 54 ഇടവകകൾ നമുക്കിന്ന് ഈ അമേരിക്കയിലുണ്ട്. അതിലെല്ലാത്തിലും തന്നെ നല്ല ഭേദപ്പെട്ട പള്ളികൾ നമുക്ക് പ്രോപ്പർട്ടി ആയിട്ട് നമുക്ക് ഉണ്ട് എന്നുള്ളത്. ഇതെല്ലാം മെയിൻറ്റെയിൻ ചെയ്യുന്നത് ആരാണ്? ഇതിനെല്ലാം കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത് ആരാണ്? ഇതെല്ലാം നമ്മുടെ ആളുകൾ തന്നെയാണ്, നമ്മുടെ വിശ്വാസികളാണ്. സോ അതാണ് നമ്മുടെ വിശ്വാസത്തിന്റെ ശക്തി എന്ന് പറയുന്നത്. The strength of our faith lies there. അതിലാണ് നമ്മുടെ ഭംഗി ഇരിക്കുന്നത്. അപ്പോൾ നമ്മുടെ ആൾക്കാരിലുള്ള വലിയ വിശ്വാസത്തിന്റെ ഒരു വലിയ മാറ്റ് നമ്മൾ കാണേണ്ടതുണ്ട്. എനിക്കുള്ള ഭയം എന്താണെന്നറിയാമോ? ഇത് ഇനി തുടർന്നുണ്ടാവുമോ ഇല്ലയോ എന്നുള്ളതിനെ കുറിച്ചുള്ളതാണ് എനിക്ക് തുടർന്നുള്ള ഒരു ഭയമായിട്ട് എൻ്റെ മുമ്പിൽ നിൽക്കുന്നത്. സോ വി ഹാവ് ടു വർക്ക് ഹാർഡ് to keep up those traditions and we have to keep up that flame of our faith. അപ്പോൾ അതിന് നിങ്ങൾക്ക് എല്ലാവർക്കും സാധിക്കട്ടെ. ഇതിനു വേണ്ടി വന്ന നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ പ്രത്യേകമായ നന്ദി അർപ്പിക്കുന്നു. പള്ളിയിലൊക്കെ വരുമ്പോൾ നിങ്ങളെ കണ്ട് സംസാരിക്കുവാനും നമ്മുടെ സൗഹൃദങ്ങളെ പുതുക്കുവാനും ഞാൻ ആഗ്രഹിക്കുന്നു. നിങ്ങളുമായിട്ട് സംസാരിക്കാൻ എനിക്ക് ആഗ്രഹമുണ്ട്. നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ അല്ലെങ്കിൽ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ അറിയണമെങ്കിൽ യു ക്യാൻ യു ആർ ഫ്രീ ടു കോൾ എനിബഡി. എന്നെ വിളിക്കാം. ജോണച്ചനുണ്ട്, ബാക്കി വിജയൻ അച്ഛനുണ്ട്, ജോൺസൺ അച്ഛനുണ്ട്. എല്ലാത്തിനെയും നമുക്ക് ചെയ്യാനായിട്ട് നമുക്ക് സാധിക്കും. സോ നിങ്ങൾക്ക് എല്ലാവിധ നന്മകളും ആശംസിക്കുന്നു. താങ്ക് യു വെരി മച്ച്.